വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഏറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ അതിവിശ്വസ്തനാണ് എന്നറിയപ്പെടുന്ന എൻ വാസു സ്വർണ്ണപ്പാളി കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കേസിന്റെ മറ്റൊരു തരത്തിലേക്കാണ് കടക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഏറെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. നേരത്തെ തന്നെ കുറച്ച് ദിവസങ്ങളായി എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട് പല തവണ പല രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായതോടെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് നിരാകരിക്കാനോ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിലോ തൻ്റെ വാദം വ്യക്തമാക്കാനോ ഒന്നും വാസുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയാണ് അതിൽ ഏറ്റവും വിനയായി മാറിയിട്ടുള്ളത്. എല്ലാം വാസുവിന് എതിരായിരുന്നു. ഒന്നും തന്നെ മറച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വാസുവിന് കടക്കേണ്ടി വന്നു. വാസുവിനെതിരെ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് മറ്റാരുമല്ല, മുരാരി ബാബു ആയിരുന്നു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ഈ നീക്കം നടത്തിയതെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയാണ്.